സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് സെമിസ്റ്റർ MBA ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന പേപ്പറിലെ യൂണിറ്റ് 7 ആണ്. യൂണിറ്റ് 7 എന്ന് പറയുന്നത് റിക്രൂട്ട്മെൻറ്റ് ആണ്. സോ ഈ റിക്രൂട്ട്മെൻറ്റ് എന്ന ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട്മെൻറ്റ്, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, മോഡേൺ ടെക്നിക്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ആണ്. സോ നമുക്കറിയാം, റിക്രൂട്ട്മെൻറ്റ് എന്നതുകൊണ്ട് നമ്മളൊക്കെ ഇപ്പോൾ ഇനി ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്ന ആൾക്കാരാണ്. സോ റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ്, ഈ മൂന്ന് വേർഡുകളും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഈ സെലക്ഷൻ പ്രോസസ്സിലുള്ള 3 കാര്യങ്ങളാണ് റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ്. സോ ഇതെല്ലാം ഇൻ്റർഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളത്, പക്ഷേ ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്, അതുപോലെ തന്നെ നോട്ട് ഡിപ്പെൻഡൻ്റ് ഓഫ് ഈച്ച് അതർ. നമുക്ക് ഈ റിക്രൂട്ട്മെൻറ്റ് എന്നതുകൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് പല സ്റ്റേജുകളാണ് നമുക്കൊരു സെലക്ഷൻ പ്രോസസ്സിനുള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റേജാണ് റിക്രൂട്ട്മെൻറ്റ്. നമ്മളിപ്പോൾ ഒരു സൈറ്റിൽ ഒരു ജോബ് വാക്കൻസി കണ്ട് നമ്മൾ അപ്ലൈ ചെയ്തു. സോ നമ്മുടെ ഇനി ഓർഗനൈസേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് പല അപ്ലിക്കേഷൻസ്, ഇപ്പോൾ ഒരു 100-200 അപ്ലിക്കേഷൻസ് അവർക്ക് വരാം. ഇങ്ങനെ അപ്ലിക്കേഷൻസ് ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്, അതുപോലെ തന്നെ അതിൽ നിന്ന് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് അവർ സെലക്ട് ചെയ്യുന്നു, സോർട്ട് ഔട്ട് ചെയ്യുന്നു. അതിനെയാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. സോ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ വേരിയസ് പൊസിഷനിലോട്ട് നമ്മൾ ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് മാൻ പവർ യൂസ് ചെയ്തിട്ടാണ് സെലക്ട് ചെയ്യുക. നമുക്ക് തന്നെ അറിയാം, നമ്മൾ എങ്ങനെയാണ് ആ ഒരു ജോബ് വേക്കൻസി കണ്ട് അപ്ലൈ ചെയ്തത്. ചിലപ്പോൾ സൈറ്റിലെ പരസ്യം കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ വെബ്സൈറ്റിൽ തന്നെ ജോബ് വേക്കൻസീസ് ഇട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും റെഫറൻസ് വഴിയായിരിക്കാം. സോ അങ്ങനെ പല സോഴ്സ് ഓഫ് രീതിയിൽ അവർ മാൻ പവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. സോ അതിൽ നിന്ന് അവരെന്താണ് ചെയ്യുന്നത്, അപ്ലിക്കേഷൻസ് ജനറേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മളിനി നോക്കാൻ പോകുന്നത് ഡെഫിനീഷൻസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ആണ്. എ പ്രോസസ് to discover the source of manpower to meet the requirement of staffing schedule and employ the effective measures for attracting that manpower in adequate number of to facilitate effective selection of efficient workforce. So recruitment എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ സ്റ്റേജ് അല്ല. റിക്രൂട്ട്മെൻറ്റ് ഫസ്റ്റ് സ്റ്റേജ് ആണ്. നമ്മൾക്ക് അല്ലെങ്കിൽ ഇപ്പം ഞാനൊരു വെബ്സൈറ്റിൽ കണ്ടിട്ട് ആ ജോലി ഞാൻ അപ്ലൈ ചെയ്യണമെങ്കിൽ അതിലെന്തെങ്കിലും അട്രാക്റ്റീവായിട്ട്, മേ ബി സാലറി ആയിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ജോബ് പൊസിഷൻ ആയിരിക്കാം, ആ ഒരു ഹോസ്പിറ്റൽ സ്ട്രക്ചർ ആയിരിക്കാം. സോ അങ്ങനെ നമ്മളെ അട്രാക്റ്റ് ചെയ്ത് നമ്മളെ കൊണ്ട് അത് അപ്ലൈ ചെയ്യിക്കുക എന്നുള്ളതാണ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. സോ എഡ്വിൻ ബി ഫിൽപ്പോ ഡിഫൈൻ ചെയ്യുന്നത് റിക്രൂട്ട്മെൻറ്റ് ആസ് എ പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ദ ജോബ്സ് ഇൻ ഓർഗനൈസേഷൻ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം എനിക്ക് ജോലി ആവശ്യമാണ്, എന്നെക്കൊണ്ട് അവരുടെ സ്ഥാപനത്തിൽ ആ ജോലിക്ക് അപ്ലൈ ചെയ്യിപ്പിക്കുക എന്നതാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ പ്രോസസ്സ് പറയുന്നത്. അത് അട്രാക്റ്റീവായ സാലറീസ് വയ്ക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, അങ്ങനെ എന്തും ആയിരിക്കാം. സോ അങ്ങനെ അപ്ലൈ ചെയ്യിപ്പിക്കുന്നതിനെയാണ് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ബോത്ത് ഇൻറ്റേർണലി എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് റിക്രൂട്ട്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആണ്. സോ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കമ്പനിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. സോ കമ്പനീസിൻ്റെ പേ പാക്കേജ്, സാലറി പാക്കേജ്, ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്, ഓർഗനൈസേഷൻ കൾച്ചർ, കരിയർ പ്ലാനിങ്, കമ്പനി സൈസ്, കമ്പനി പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്, ഗ്രോത്ത് റേറ്റ്, ട്രേഡ് യൂണിയൻസ്, കോസ്റ്റ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, കമ്പനി നെയിം ആൻഡ് റെപ്യൂട്ടേഷൻസ്, ഇതെല്ലാം ഇൻറ്റേർണലി വരുന്ന കാര്യങ്ങളാണ്. ആൻഡ് എക്സ്റ്റേർണലി വരുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ സോഷ്യോ എക്കണോമിക്കൽ ഫാക്ടേഴ്സ്, സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫാക്ടേഴ്സ്, എംപ്ലോയ്മെൻറ്റ് റേറ്റ്, ലേബർ മാർക്കറ്റിംഗ് കണ്ടീഷൻസ്, പൊളിറ്റിക്കൽ കണ്ടീഷൻസ്. സോ ഇതെല്ലാം എക്സ്റ്റേർണലി വരുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് നോക്കുന്നത് റിക്രൂട്ട്മെൻറ്റ് പോളിസിയാണ്. സോ റിക്രൂട്ട്മെൻറ്റ് പോളിസി എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിലെ റിക്രൂട്ട്മെൻറ്റ് പോളിസി ഡിറൈവ് ചെയ്യുന്നത് പേഴ്സണൽ പോളിസി, ആ സെയിം ഓർഗനൈസേഷനിലെ പേഴ്സണൽ HR പോളിസിയിൽ നിന്ന് തന്നെയാണ് റിക്രൂട്ട്മെൻറ്റ് പോളിസീസ് ഡിറൈവ് ചെയ്യുന്നത്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മളൊരു റിക്രൂട്ട്മെൻറ്റ് പോളിസി ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യത്തെ എന്ന് പറയുന്നത് ഗവൺമെൻറ് പോളിസീസാണ്, പിന്നെ പേഴ്സണൽ പോളിസീസാണ്, പിന്നെ ഓർഗനൈസേഷൻ പേഴ്സണൽ പോളിസീസ്, റിക്രൂട്ട്മെൻറ്റ്
റിക്രൂട്ട്മെൻറ്റ് സോഴ്സസ്, റിക്രൂട്ട്മെൻറ്റ് നീഡ്സ്, കോസ്റ്റ്, സെലക്ഷൻ ക്രൈറ്റീരിയ ആൻഡ് പ്രിഫറൻസ്, ഇതെല്ലാം റിക്രൂട്ട്മെൻറ്റ് പോളിസി ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ആണ്. സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ബ്രോഡ്ലി നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇൻറ്റേർണൽ സോഴ്സ് ഉണ്ട്, എക്സ്റ്റേർണൽ സോഴ്സ് ഉണ്ട്. ഇൻറ്റേർണൽ സോഴ്സസ് എന്ന് പറയുന്നത് സോഴ്സ് വിത്തിൻ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ളതിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ എന്ന് പറയാം. ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷനെയാണ് നമ്മൾ എക്സ്റ്റേർണൽ സോഴ്സ് എന്ന് പറയാം. സോ ദർ ആർ 2 ഇമ്പോർട്ടൻറ്റ് ഇൻറ്റേർണൽ സോഴ്സുകളാണ്, 2 ടൈപ്പ് ഓഫ് ഇൻറ്റേർണൽ സോഴ്സുകളാണ് ഉള്ളത്. ആദ്യത്തെ എന്ന് പറയുന്നത് റിക്രൂട്ട്മെൻറ്റ്, നെയിംലി ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫറും പ്രൊമോഷനാണ്. ഇൻറ്റേർണലി ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫേഴ്സ് നടത്താൻ പറ്റും. പ്രൊമോഷൻസ്, ഇപ്പോൾ ഒരു അസിസ്റ്റൻ്റ് അയാൾ മാനേജറായിട്ട് പ്രൊമോഷൻ കിട്ടുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ സീനിയർ അതുപോലെ തന്നെ ജൂനിയർ ആയിട്ടിരുന്ന ആൾക്ക് ട്രാൻസ്ഫർ വേറൊരു സ്ഥലത്തോട്ട് അതേ പോസ്റ്റിലോട്ട് ട്രാൻസ്ഫർ കിട്ടുന്നു. സോ ഇതിനെയാണ് ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻസ് ഇൻറ്റേർണലി എന്ന് പറയുന്നത്. സോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ് ഷിഫ്റ്റിംഗ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ട്രാൻസ്ഫർ ഈസ് എ ഗുഡ് സോഴ്സ് ഓഫ് ഫില്ലിംഗ് വാക്കൻസീസ്. നമ്മുടെ ഓർഗനൈസേഷനിലെ നമ്മളുടെ കയ്യിലുള്ള എംപ്ലോയീസിനെ തന്നെ വെച്ചിട്ട് ഓവർ സ്റ്റാഫ്ഡ് ആവാതെ തന്നെ വാക്കൻസീസ് ഫില്ല് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ട്രാൻസ്ഫർ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രമോഷൻസ് എന്ന് പറയുന്നത് എന്താണ്, ഷിഫ്റ്റിംഗ് ആണ്. ഒരു എംപ്ലോയിയിൽ നിന്ന് ഹയർ പൊസിഷനിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ്. അതുപോലെ തന്നെ ഹയർ റെസ്പോൺസിബിലിറ്റിയും കൂടും, ഫെസിലിറ്റീസും സാലറി പാക്കേജും ഇതെല്ലാം പ്രൊമോഷനിൽ ഇൻക്രീസ് ആവുന്നുണ്ട്. സോ ഇങ്ങനെ 2 മെത്തേഡാണ് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റിൽ ഉള്ളത്. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. നമുക്ക് ഫസ്റ്റ് അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് എംപ്ലോയീസ് ആർ മോട്ടിവേറ്റഡ് ടു ഇംപ്രൂവ് ദെയർ പെർഫോമൻസ്. കാരണം നമുക്കൊരു പ്രൊമോഷൻ കിട്ടണമെങ്കിൽ നമ്മൾ നന്നായി വർക്ക് ചെയ്യണം. അപ്പോൾ എംപ്ലോയീസിന് എന്താണ്, മോട്ടിവേഷൻസ് ആണ് ഉണ്ടാവുന്നത്. പിന്നെ എംപ്ലോയീസിന് മോറലി അവർ ഇൻക്രീസ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലിലെ പീസ്, ഒരു സമാധാനം, അല്ലെങ്കിൽ എൻ്റർപ്രൈസസിലെ പ്രൊമോഷൻ റവന്യൂസും ഒക്കെ ഒരു പീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഫില്ലിംഗ് ഓഫ് ജോബ് ഇൻറ്റേർണലി ഈസ് ചീപ്പർ ആസ് കമ്പയർഡ് ഗെറ്റിംഗ് കാൻഡിഡേറ്റ് ഫ്രം എക്സ്റ്റേർണൽ സോഴ്സ്. സോ നമ്മൾ പറഞ്ഞു പ്രൊമോഷൻസ് അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്ഫേഴ്സ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇൻറ്റേർണലി നമ്മൾ ജോബ് വാക്കൻസീസ് എല്ലാം ഫില്ല് ചെയ്യുന്നത് കൊണ്ട് തന്നെ പുറത്തുനിന്ന് ഒരു കാൻഡിഡേറ്റിനെ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു എംപ്ലോയീനെ നമ്മൾ അക്യുമുലേറ്റ് ചെയ്യുന്നതിനേക്കാളും കോസ്റ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ പ്രൊമോഷൻസ് എന്ന് പറയുന്നത് ഹയർ ലെവലാണ്. ഇതുകൊണ്ട് തന്നെ ചെയിൻ ഓഫ് പ്രൊമോഷൻസ്, ഇപ്പോൾ ലോവർ ലെവലിലുള്ള ഒരു ഓർഗനൈസേഷനിൽ പല പോസ്റ്റുകളും ഒരാൾക്ക് പ്രൊമോഷൻ കിട്ടുന്നത് കൊണ്ട് തന്നെ പല പോസ്റ്റുകളിലും ചേഞ്ചസ് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഒരു എംപ്ലോയിക്ക് ട്രെയിനിങ്സ് കൊടുക്കുകയാണ്. അവർ തന്നെ ഹയർ ജോബിലോട്ട് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സും കൂടി ട്രാൻസ്ഫറിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ പറയുന്നത് ട്രാൻസ്ഫറിന് കുറേ ബെനിഫിറ്റ്സുകളുണ്ട്. ഇപ്പോൾ ഷിഫ്റ്റിംഗ് ഓഫ് വർക്ക് ഫോഴ്സ് ഫ്രം സർപ്ലസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ഷോർട്ടേജ് ഓഫ് സ്റ്റാഫുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്ഫേഴ്സ് കൊടുക്കാവുന്നതാണ്. ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി ഇൻറ്റേർണൽ സോഴ്സ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡിസഡ്വാൻറ്റേജസ്, ഡ്രോബാക്സുകളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ പറയുന്നത് ഒന്ന്, വാക്കൻസീസ് ഫിൽഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇൻറ്റേർണൽ പ്രൊമോഷൻസ് അല്ലെങ്കിൽ ഒരു ഫ്രഷ് ടാലൻറ്റഡ് അല്ലെങ്കിൽ കുറച്ചും കൂടി സ്കിൽഡ് ആയിട്ടുള്ള ന്യൂ ഫേസസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ എംപ്ലോയീസിന് ഒരു എന്താ പറയുക, ഷുവർ ടൈം അല്ലെങ്കിൽ ഒരു ബൗണ്ട് പ്രൊമോഷൻസ് ദി ആർ ഷുവർ അബൌട്ട് ദ ടൈം. ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രൊമോഷൻസ് കിട്ടുമെന്നൊരു ഉറപ്പ് സ്റ്റാഫിൻ്റെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാതിരിക്കാനും ചാൻസസ് കൂടുതലാണ്. പിന്നെ ഒരു സ്പിരിറ്റ് ഓഫ് കോമ്പറ്റീഷൻ, എംപ്ലോയീസിന് തമ്മിലൊരു സ്പിരിറ്റ് ഓഫ് കോമ്പറ്റീഷൻസ് ബിറ്റ് ലോവർ ആയിരിക്കും. പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് എംപ്ലോയീസിൻ്റെ ഇടയിൽ ഒരു പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഒന്ന് നന്നായി വർക്ക് ചെയ്ത് വരുമ്പോഴത്തേനും നമ്മൾ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാൻസസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് ഡ്രോബാക്സ് ഓഫ് ഇൻറ്റേർണൽ സോഴ്സസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ എക്സ്റ്റേർണൽ സോഴ്സസ് ആണ് നോക്കാൻ പോകുന്നത്. സോ ഓരോ എൻ്റർപ്രൈസസിനും നമുക്കൊരു എക്സ്റ്റേർണൽ സോഴ്സസ് ഉണ്ട്. വേരിയസ് പൊസിഷന് എക്സ്റ്റേർണൽ സോഴ്സസുകൾ ഉണ്ടായിരിക്കാം എംപ്ലോയീസിനെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുമ്പോൾ. അതിൽ ആദ്യത്തെയാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേനും ഇതിലെ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഡയറക്റ്റായിട്ട് നമ്മളൊരു ഒരു നോട്ടീസ് ബോർഡിൽ എൻ്റർപ്രൈസസ് സ്പെസിഫൈ ചെയ്ത ജോബ് ഡീറ്റെയിൽസുകൾ ഉണ്ടായിരിക്കും. സോ അതിനനുസരിച്ചിട്ട്
അനുസരിച്ചിട്ട് നമ്മൾ എന്താണ് റിക്വയർമെൻറ്റ് ഫാക്ടറി ഗേറ്റുകൾ, ഇപ്പോൾ വലിയ വലിയ കമ്പനികളിലാണെങ്കിൽ അവരുടെ ഗേറ്റിൽ നോട്ടീസ് ഉണ്ടായിരിക്കും, ഇന്ന വാക്കൻസീസ് ഉണ്ട്, ഇന്ന സ്പെസിഫിക്കേഷൻസ് ആണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്താണ് കാഷ്വൽ വാക്കൻസീസ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റിക്വയർമെൻറ്റ്, ഇപ്പം അൺസ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് കാഷ്വൽ ഓർ ബഡി വർക്കേഴ്സ് എന്ന് പറയും, അവർക്ക് പെയ്ഡ് റെമ്യൂണറേഷൻ അല്ലെങ്കിൽ ഡെയിലി വേജസ് ആയിരിക്കും കൊടുക്കുക. ക്ലർക്കൽ ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് ഡെയിലി വേജസ് ചെയ്യുന്നവരുണ്ടായിരിക്കാം. സോ ഇതാണ് ഡയറക്റ്റ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡിൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ചീപ്പാണ്, കാരണം കുറേ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളില്ല. അവർ ഡയറക്റ്റ് ഒരു നോട്ടീസ് ബോർഡ് വഴിയാണ് അവർ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുന്നത്. പിന്നെ വരുന്നത് കാഷ്വൽ കോളേഴ്സ് അല്ലെങ്കിൽ അൺസോൾഡേറ്റഡ് അപ്ലിക്കേഷൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാഷ്വൽ കോളേഴ്സ് എന്ന് പറയുന്ന വെബ്സൈറ്റ്, ഒരു ഓർഗനൈസേഷൻ്റെ വെബ്സൈറ്റ് ത്രൂ നമുക്കൊരു ഗുഡ് എംപ്ലോയേഴ്സിനെ അല്ലെങ്കിൽ അവർക്ക് ഒരു കറക്റ്റായിട്ടുള്ള അപ്ലിക്കേഷൻസ് അവരുടെ ഓഫീസിലോട്ട് കിട്ടുന്നു. അപ്പോൾ അൺസോൾഡേറ്റഡ് എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത അപ്ലിക്കേഷൻസ് നമുക്ക് വരുന്നുണ്ട്. സോ ഇത് നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള സോഴ്സ് ഓഫ് മാൻ പവർ ആണ്. നമുക്ക് അഡ്വക്കേറ്റിലായിട്ടുള്ള അറ്റൻഷൻസ് പേ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് പെൻഡിങ് അപ്ലിക്കേഷൻസ് എല്ലാം, ഇപ്പോൾ ഏതൊക്കെ ജോബിലാണോ പെൻഡിങ് അപ്ലിക്കേഷൻസ് ഉള്ളത് അതെല്ലാം നോക്കിക്കൊണ്ട് ഒരു പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിന് കറക്റ്റായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് വാക്കൻസീസ് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ മെറിറ്റ് ഓഫ് സോഴ്സ് എന്ന് പറയുന്നത് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് കോസ്റ്റ് ഓഫ് റിക്വയറിങ് വർക്ക് ഫോഴ്സ് അതർ സോഴ്സസിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ വരുന്നത് മീഡിയ അഡ്വർടൈസ്മെൻ്റ് ആണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ കുറേ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് പലതരത്തിലുള്ള അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്. ന്യൂസ് പേപ്പർ ആയിക്കോട്ടെ, ട്രേഡ് പ്രൊഫഷണൽ ജേർണൽസിലൊക്കെ നമുക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള പേഴ്സണൽസിനെ അവൈലബിലിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ കാണാം. മോസ്റ്റ് സീനിയർ പോസ്റ്റുകളിലൊക്കെ ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു മീഡിയ അഡ്വർടൈസ്മെൻറ്റ് വഴിയൊക്കെ നമുക്ക് ജോബ് വാക്കൻസീസ് ഉണ്ടെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇതിൽ ജോബ് ഡിസ്ക്രിപ്ഷൻസ്, ജോബ് സ്പെസിഫിക്കേഷൻസ് ഇതെല്ലാം നമുക്ക് സെൽഫ് സ്ക്രീനിങ് ആയിരിക്കും മീഡിയ അഡ്വർടൈസ്മെൻറ്റിൽ ഉണ്ടായിരിക്കുക. പിന്നെ വരുന്നത് എംപ്ലോയ്മെൻറ്റ് ഏജൻസീസ് ആണ്. നമുക്കറിയാം ഒരുപാട് ഏജൻസീസ് നമുക്കിപ്പോൾ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് സാലറിയുടെ 50% കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജോലിയാക്കി തരാമെന്നൊക്കെ പറയുന്ന ഒരു ഗുഡ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻ്റ് ആണ്. അത് അൺസ്കിൽഡ് ലേബേഴ്സിനാണ് കുറച്ചും കൂടി ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. സെമി സ്കിൽഡ് അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ഓപ്പറേറ്റീവ് ജോബ്സിനൊക്കെ എന്താ പറയുക, ഇൻ സം കേസിൽ കുറച്ച് കമ്പൽസറി ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാം. സോ അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ, ജോബ് ഗീവേഴ്സ്, അങ്ങനെ പല എംപ്ലോയ്മെൻറ്റ് ഏജൻസീസ് നമുക്കുണ്ട്. പിന്നെ വരുന്ന മാനേജ്മെൻറ്റ് കൺസൾട്ടൻസ് ആണ്. സോ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസ് എന്ന് പറയുന്ന ഒരു ഫേമാണ്. സോ ഇത് നമ്മൾ ഓർഗനൈസേഷന് റിക്രൂട്ട്മെൻറ്റ് ടെക്നിക്സുകൾ, പ്രൊഫഷണൽ മാനേജർ പേഴ്സണൽസിനെ അങ്ങനെ നമുക്ക് നമ്മുടെ ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ് പ്ലേസ്മെൻറ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നമുക്ക് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന മാനേജ്മെൻറ്റ് കൺസൾട്ടൻസ് ഉണ്ട്. പിന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്, കോളേജിലൊക്കെ ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്സ് വരും. പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഓരോ ജോലിക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്ന വലിയ വലിയ കമ്പനീസ് അങ്ങനെ സെലക്ട് ചെയ്യാറുണ്ട്. പിന്നെ റെക്കമെൻഡേഷൻസ് ഉണ്ട്. സോ റെക്കമെൻഡേഷൻ ഇപ്പോൾ ഫ്രണ്ട്സോ ഫാമിലി റിലേറ്റീവ്സോ ആരെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് റെഫറൻസുകൾ വഴി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ലേബർ കോൺട്രാക്റ്റുകൾ വഴി ഇപ്പോൾ 6 month 1 year കോൺട്രാക്റ്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് സ്ഥലങ്ങളിൽ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ടെലികാസ്റ്റിംഗ് ഉണ്ട്. സോ ടെലികാസ്റ്റിംഗ് വേക്കൻറ്റ് എന്ന് പറയുന്നത് TV, ഇപ്പോൾ പണ്ട് കാലത്ത് ദൂരദർശനിലെല്ലാം ഇങ്ങനെയുള്ള ഓഫേഴ്സ്, ഇങ്ങനെ വാക്കൻസീസൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. എംപ്ലോയ്മെൻറ്റ് ന്യൂസുകളുണ്ട് TV ചാനലിൽ, അതുപോലെ തന്നെ ന്യൂസ് ചാനലിലൊക്കെ ഇങ്ങനെയുള്ള റിക്രൂട്ട്മെൻറ്റ് ക്യാമ്പസ്, ഇങ്ങനെ വലിയ വലിയ ഇൻ്റർവ്യൂസൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാറുണ്ട്. സോ TV എന്ന് പറയുന്നത്, ഒരു ടെലികാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. എക്സ്പെൻസീവ് മീഡിയമാണ്. അഡ്വർടൈസ്മെൻറ്റ്, ജോബ് അപ്പിയേഴ്സ് എന്ന് പറയുന്നത് ഒരു ചെറിയ, ഇപ്പോൾ ഒരു പരസ്യത്തിൽ നമുക്കറിയാം വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ ആ ഒരു ഇത് ജോബ് അല്ലെങ്കിൽ ഒരു ന്യൂസിലാണെങ്കിൽ ഒരു ഹെഡ്ലൈൻ പോകുന്ന ആ ഒരു സ്പീഡ് നമുക്കറിയാം. ആ ഒരു സ്പീഡിൻ്റെ ഇടയിൽ നമ്മുടെ ഇത് പോവും. ഇതൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ചിലപ്പോൾ എല്ലാവരും ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണാം, അല്ലെങ്കിൽ അത് ആ ന്യൂസ് ചാനലിൽ ആ സമയത്ത് കാണണമെന്നില്ല. സോ അങ്ങനെയുള്ള പല ഫെയിലിയേഴ്സും ഈ ഒരു മെത്തേഡിലുണ്ട്. ആൻഡ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്